بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സാധാരണ പറയാറുണ്ട്, മൗത്തുൽ ആലിം മൗത്തുൽ ആലം. ഒരു ആലിമിന്റെ മരണം ആലമിന്റെ മരണമാണ്. ഒരു ആലിം ദുനിയാവിൽ നിന്ന് പോയാൽ ദുനിയാവിന് വരുന്ന ഒരു വലിയ മരണം പോലത്തെ ഉള്ള ഒരു മുസീബത്താണ്, ഒരു അപകടമാണ്, ഒരു കുറവാണ്. നമ്മൾക്കറിയും, കഴിഞ്ഞ ആഴ്ച ഒരു വലിയ പ്രധാനപ്പെട്ട ഷെയ്ഖും ആലിമും മുസ്ലിഹും മഹ്ബൂബുൽ ഉലമാ വസ്സുലഹാ ഷെയ്ഖുൽ അജമി വൽ അറബ് ഷെയ്ഖുൽ അജമി വൽ അറബ് ഹസ്രത്ത് മൗലാന പീർ സുൽഫഖാർ സാബ് റഹിമഹുല്ലാഹ് അല്ലാഹുവിലേക്ക് യാത്രയായി. തസവൂഫ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്, അതിൽ പെട്ടതാണ് തസ്കിയത്തുൽ ഖുലൂബ്. ഈ തസ്കിയത്താണ് തസവൂഫ്. ഈ ഒരു കാലഘട്ടം തസവൂഫ് എന്ന വാക്ക്, തരീഖത്ത് എന്ന വാക്ക് കൊണ്ട് ഒരു അസ്വസ്ഥത തോന്നുന്ന രീതിയിലാണ് നമ്മൾ എല്ലാവരും അതിനെ ചർച്ച ചെയ്യൽ. തരീഖത്ത് എന്ന വാക്ക്, തസവൂഫ് എന്ന വാക്ക്, അത് കേൾക്കുമ്പോൾ നമ്മൾക്കുള്ളതല്ല, നമ്മൾക്ക് പറ്റുന്നതല്ല, വഴിപഴിച്ചവരാണ്, അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടിയാണ്, ആലിമീങ്ങൾക്കുള്ളതല്ല എന്നൊരു തോന്നൽ, എന്നൊരു ചിന്ത ഉള്ളൊരു കാലഘട്ടമാണ് നമ്മൾ ഈ കാലഘട്ടം. ഹസ്രത്ത് മൗലാന പീർ സുൽഫഖാർ സാബ് റഹിമഹുല്ലാഹ് ശരിയായ തസവൂഫ്, ശരിയായ തരീഖത്ത്, ശരിയാത്തും തരീഖത്തും രണ്ടും അതിന്റെ പൂർണ്ണതയോടുകൂടി ദുന്യാവിൽ ലക്ഷങ്ങൾ ആൾക്കാർക്ക് അതിന്റെ ഗുണവും പ്രയോജനം എത്തിച്ചൊരു മഹാനാണ്. 1953 അദ്ദേഹം ജനിക്കുന്നത്. പാകിസ്ഥാനിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വെക്കേഷന്റെ കാലം 2 മാസം മദ്രസയില് ഖുർആൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന് ചേർത്തി. അങ്ങനെ 2 മാസം കൊണ്ട് 6 ജുസ് പഠിച്ചു. 2 മാസം കൊണ്ട് 6 ജുസ് പഠിച്ചു. സ്കൂള് തുടങ്ങാനായപ്പോൾ അദ്ദേഹം ജ്യേഷ്ഠനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ തന്നെ ഹിഫ്ള് പഠിച്ച് പൂർത്തിയാക്കണം. പക്ഷെ ജ്യേഷ്ഠൻ സമ്മതിച്ചില്ല. ജ്യേഷ്ഠൻ അധ്യാപകനായിരുന്നു. അങ്ങനെ സ്കൂള് പഠനം പൂർത്തിയാക്കി. പക്ഷെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഹിഫ്ള് അവിടെ നിർത്തിയിട്ട് കിതാബുകൾ അതിന്റെ കൂട്ടത്തിൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സ്കൂൾ പഠനം പൂർത്തിയായപ്പോൾ ഏകദേശം ഹിദായത്തുൻ നഹ്വ്, ഖത്റുൻ നദാ, ആ ഒരു ലെവലിലുള്ള കിതാബുകളൊക്കെ പഠിച്ചു തീർത്തു. എന്നിട്ട് കോളേജിൽ പോയി. കോളേജിൽ പോയതിനു ശേഷം ലാഹോറിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അവിടെ കോളേജ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഈ പഠിച്ച ബാക്കിയുള്ള കിതാബുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായി. അങ്ങനെ അടുത്തുള്ള ഒരു മദ്രസയിൽ പോയി അവിടുത്തെ പ്രിൻസിപ്പളിനെ കണ്ടു. ഞാൻ വിദ്യാർത്ഥിയാണ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്, എനിക്ക് ആലിമാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഭാഗത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, ബാക്കിയുള്ള കിതാബുകളും പൂർത്തിയാക്കി. അങ്ങനെ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹം ആലിം കോഴ്സും പൂർത്തിയാക്കി. എന്നിട്ട് അദ്ദേഹം എഞ്ചിനീയർ ആയതുകൊണ്ട് ആ ഒരു പ്രൊഫഷനിലും ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോയി. പക്ഷെ ദീനിലേക്ക് വലിയ താല്പര്യം.
എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട ജമീൽ അഹമ്മദ് ഥാൻവി റഹ്മത്തുള്ളാഹി അലൈഹി ഹക്കീമുൽ തഅലീഫാത്ത് ഹസരത്തിന്റെ ഫതാവ റഹ്മത്തുള്ളാഹിയുടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന മഹാനായിരുന്നു ജമീൽ അഹമ്മദ് ഥാൻവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ ആയതിനു ശേഷം പാകിസ്ഥാനിലേക്ക് വന്നു. ലാഹോറിലായിരുന്നു. ലാഹോറിൽ ഒരു പ്രധാനപ്പെട്ട മദ്രസ ഉണ്ട്, ജാമിയ അഷ്റഫിയ, വളരെ പ്രധാനപ്പെട്ട മദ്രസാണ്. ആ മദ്രസയിൽ അദ്ദേഹം ഖിദ്മത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മൗലാന സുൽഫഖാർ സാബ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചോദിച്ചു, ഈ നാട്ടിലുള്ള വലിയ ആരൊക്കെയാണെന്ന്. അങ്ങനെ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ജാമിയ അഷ്റഫിയ ജമീൽ അഹമ്മദ് ഥാനി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ പോയി സംസാരിച്ചു ദീർഘസമയം. ഇദ്ദേഹം വന്നിട്ട് മൗലാനയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ദീന് പഠിപ്പിച്ചു തരണം, സുന്നത്തുകൾ പഠിപ്പിച്ചു തരണം. അങ്ങനെ ഭക്ഷണത്തിന്റെ സുന്നത്ത്, കിടക്കുന്നതിന്റെ സുന്നത്ത്, നിസ്കാരത്തിന്റെ സുന്നത്ത്, കിതാബുകൾ വേറെ പഠിക്കുന്നുണ്ടെങ്കിലും ഡയറക്റ്റ് പോയിട്ട് ഉലമാക്കളിൽ നിന്നും അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് ആ സമയത്ത് തന്നെ ബൈഅത്ത് ചെയ്തു. നമ്മൾക്കറിയും തസവ്വുഫ് തരീഖത്തിന് പ്രധാനമായി 4 മഷ്ഹൂറായ മഖ്ബൂലായ തരീഖത്തുകളുണ്ട്. ചിശ്തിയ, നഖ്ശബന്ദിയ, ഖാദിരിയ, സുഹ്റവർദിയ. ഇതിന്റെ ഓരോരോ തരീഖത്തിന്റെ ആൾക്കാരുമുണ്ട്. ഈ തരീഖത്തിൽ ഇജാസത്തും ഖിലാഫത്തും കിട്ടിയ മഹാന്മാരുമുണ്ട്. നഖ്ശബന്ദിയ തരീഖത്തിന്റെ സിൽസില അത് പോയി എത്തുന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അടുത്താണ് ഈ സിൽസില പോയി എത്തുന്നത്. അങ്ങനെ ആ സിൽസിലയുടെ ഒരു പ്രധാനപ്പെട്ട ആലിം, മുർഷിദ് ആലം ഗുലാം ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുത്ത് ഇവർ ബൈഅത്ത് ചെയ്തു. നഖ്ശബന്ദിയ തരീഖത്തിന്റെ നമ്മുടെ ഈ വർഷം തുടക്കത്തിൽ നമ്മുടെ ജാമ്യയിൽ ഹസ്രത്ത് മൗലാന തൽഹ സാബ് ദാമത്ത് ബറകാത്ത് വന്നിരുന്നു. നിങ്ങൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. സുബ്ഹിക്ക് ശേഷം ഒരു 3/4 മണിക്കൂർ മുറാഖബ ചെയ്തു. നഖ്ശബന്ദിയ തരീഖത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് മുറാഖബ. നമ്മൾ അവസ്ഥകളെ പറ്റി നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി ചിന്തിക്കുക, അള്ളാഹു കാണുന്നുണ്ട് എന്ന കാര്യം ചിന്തിക്കുക. മുറാഖബ ഒരു പ്രധാനപ്പെട്ട അമലാണ്, സുന്നത്താക്കപ്പെട്ട അമലാണ്, ചെയ്യേണ്ട ഒരു അമലാണ്. അപ്പൊ ഈ തരീഖത്തുകൾക്ക് എല്ലാത്തിനും ലക്ഷ്യം ഉദ്ദേശം ഒന്നാണെങ്കിലും വഴികൾ വേറെയാണ്, അമലുകൾ വേറെയാണ്. നഖ്ശബന്ദിയ തരീഖത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മുറാഖബ, ദിക്റുൽ ഖഫി, മെല്ലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബൈഅത്ത് ചെയ്തതിന് ശേഷം 2-3 മണിക്കൂറുകൾ ഹസ്രത്ത് മൗലാന പീർ സുൽഫഖാർ സാബ് റഹിമഹുല്ലാഹ് മുറാഖബ ചെയ്യുമായിരുന്നു. 2-3 മണിക്കൂറുകൾ സംസാരിക്കാതെ അള്ളാഹുവിന്റെ റഹ്മത്ത് ചിന്തിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ആയാത്തുകൾ ചിന്തിച്ചുകൊണ്ട്, ഖുർആന്റെ ആയാത്തുകൾ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടും 2-3 മണിക്കൂറുകൾ. ഞാൻ ഇപ്പൊ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്. നമ്മൾക്കൊരു 5 മിനിറ്റ് സംസാരിക്കാതിരിക്കാൻ പറ്റൂല. 5 മിനിറ്റ് പള്ളിയിൽ കയറിയാൽ സംസാരിക്കാതിരിക്കാൻ പറ്റൂല. നമ്മൾക്ക് എന്തെങ്കിലും പറയണം, നമ്മൾ ഹിസാബ് കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. അത് ശരിയായ രീതിയല്ല. അതിന്റെ പ്രാക്ടീസാണ് മുറാഖബ, മിണ്ടാതിരിക്കുക. നഖ്ശബന്ദിന്റെ വലിയ വലിയ ഔലിയാക്കളും ഉലമാക്കളുള്ള തരീഖത്താണ്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഷെയ്ഖിന്റെ മജ്ലിസിൽ ഒരു ആലിം വന്നു. എന്നിട്ട് ഇരുന്നു. ആരും ഒന്നും സംസാരിക്കുന്നില്ല, എല്ലാവരും സാക്കിത്തീനാണ്, മിണ്ടാതിങ്ങനെ മുറാഖബയിലാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ചുപോയി. എന്നിട്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ പറയും ഷെയ്ഖിന്റെ അടുത്ത്. ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ എങ്ങനെ? ഷെയ്ഖ് ഇത് അറിഞ്ഞു.
ഷെയ്ഖ് എന്നിട്ട് പറഞ്ഞു, जो हमारी खामोशी से फायदा नहीं उठा सकता वो हमारे बयान से भी फायदा नहीं उठाएगा. നമ്മളെ മൗനം കൊണ്ട് ആർക്കാണോ പ്രയോജനം കിട്ടാത്തത് അദ്ദേഹത്തിന് നമ്മളെ സംസാരം കൊണ്ടും പ്രയോജനം കിട്ടില്ല. മുറാഖബ പ്രധാനപ്പെട്ട അമലാണ്. അങ്ങനെ 2-3 മണിക്കൂറുകൾ അദ്ദേഹം മുറാഖബ ചെയ്യുമായിരുന്നു. 1983 ഖിലാഫത്ത് കിട്ടി 30-ാമത്തെ വയസ്സിൽ. ഈ ഖിലാഫത്ത് കിട്ടുന്ന വെച്ചാല് ഇതൊരു റസ്മി സംഗതിയല്ല. നമ്മളിവിടെ 7 വർഷം പഠിച്ച് ഹിഫ്ള് പൂർത്തിയാക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. അതുപോലെയല്ല ഈ ഖിലാഫത്ത്. നമ്മളെ മഹാന്മാർ, ദ്യോബന്ദിന്റെ പണ്ഡിതന്മാർ, ഇവർക്കൊക്കെ ഖിലാഫത്ത് കിട്ടിയവരാണ്. ഈ സിൽസിലയിൽ പോയി പരിശ്രമിച്ച് മെനക്കെട്ട് ഖിലാഫത്ത് കിട്ടിയവരാണ്. ഷെയ്ഖിനെ പോയി തേടൽ, ഷെയ്ഖിനെ അന്വേഷിക്കൽ, നമ്മളെ കുറവുകൾ മനസ്സിലാക്കി അതിന് ശരിയാക്കാൻ വേണ്ടി സ്വഹബത്ത് തേടൽ ഒരു പ്രധാനപ്പെട്ട അമലാണ്. ഹദരത്ത് മൗലാന പീർ സുൽഫഖാർ സാബ് റഹിമഹുല്ലാഹ് വഫാത്തായതിനു ശേഷം ഒരുപാട് താസിയത്തിന്റെ മജ്ലിസുകൾ നടന്നു. ഒരുപാട്. ഈ ഹസരത്ത് മൗലാന തൽഹ സാബ്, മൗലാന സൽമാൻ ബിജ്നൂരി, മൗലാന സജ്ജാദ് നൊമാനി, പിന്നെ നമ്മൾ അയൽ രാജ്യത്ത് പറയണ്ട. അദ്ദേഹം അവരെ സംസാരത്തിലൊക്കെ മുഷ്തറക്കായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർക്കൊക്കെ വലിയൊരു ബേച്ചേരി ഉണ്ടായിരുന്നു, ഒരു വെപ്രാളം. പഠിച്ചോലെ ഈ ഹൃദയത്തിന് ഇങ്ങനെ നന്നാക്കാൻ പറ്റുമെന്ന്. മൗലാന തൽഹ സാബ് പറയുന്നുണ്ട്, 1996 ഒരു വലിയ ദുആവും ഫിക്കറൊക്കെ ചെയ്തതിന് ശേഷം ഉംറ ചെയ്യാൻ തൗഫീഖ് കിട്ടി. അങ്ങനെ ഉംറ ചെയ്യാൻ തൗഫീഖ് കിട്ടിയപ്പോൾ ദീർഘസമയം മക്കത്ത് വെച്ച് കഅബയുടെ മുമ്പിൽ, കാരണം ആ ഒരു സതി നൂറ്റാണ്ട് കഴിഞ്ഞു പോവാണ്, തീർന്നു പോവാണ്. 1996 മൗലാന പറയാണ്, ഞാൻ ദുആ ചെയ്തു, പഠിച്ചോനെ ഈ നൂറ്റാണ്ട് തീരുമ്പോഴത്തേക്ക് നിന്റെ ഒരു വലിയ മഹാൻ ഉണ്ടാവും, ദീനിന്റെ കാര്യങ്ങൾ ആമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ തരീഖത്തും ശരീഅത്തും ജംഅ ചെയ്ത് അങ്ങനത്തെ ഒരാളെടുത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരീഖത്തിലേക്ക്, അങ്ങനത്തെ ഒരു സിൽസിലയിലേക്ക് നീ എന്നെ എത്തിക്കണം. ഒരു ബേച്ചേരിയായിരുന്നു. പിന്നെ ഹസരത്തിന്റെ കിതാബ് ആ സമയത്ത് വായിച്ചു. അങ്ങനെയാണ് സിൽസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് കയറുന്നത്, ബൈഅത്ത് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മൗലാന സജ്ജാദ് നൊമാനി ദാമത്ത് ബറകാത്തുഹു അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. മക്കത്തുൽ മുക്കറമയിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഇതേപോലെ ദുആ ചെയ്തു, പഠിച്ചോന് ഔലിയാക്കളെ കൂട്ടത്തിൽ, സാലിഹീങ്ങളെ കൂട്ടത്തിലാക്കണം, അവരെ ജമാഅത്തിലും അവരെ സിൽസിലയില് നീ എത്തിക്കണം. കാരണം ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, സാദിഖീങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ദുആ ചെയ്യൽ ഇതേപോലെ ആയത്ത് പോലെ തന്നെയായി. ആയത്തിന്റെ തഅമീലാണ്, അമൽ ചെയ്യലാണ്. അങ്ങനെ ദീർഘസമയം ദുആ ചെയ്ത്, തവാഫ് ചെയ്ത്, നോമ്പ് നോക്കി, ദുറൂദ് ഷരീഫ് പറഞ്ഞു. എന്നിട്ട് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടത്തിൽ സഹാബാക്കൾ ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഇദ്ദേഹത്തിന്റെ ആവശ്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, തലാഷ് കർ റഹാ ഹൂം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിലുള്ള ആളേക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് തേടിയാ മതി, ഇദ്ദേഹത്തിന് നിങ്ങൾ കാണും, ഇദ്ദേഹം നിങ്ങൾ അടുത്തന്നെ ഉണ്ട്. അങ്ങനെ ആ കാലത്ത് പീർ സാബ് ഉംറയ്ക്ക് വേണ്ടി ഹറമിൽ വന്നിരുന്നു. ഹറമിൽ വന്ന് പീർ സാഹിബിനെ കണ്ടു. പിന്നെ അതിൽ കഥയുണ്ട്. അതിന് ഖുലാസ എന്തെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സംഭവം, ബൈഅത്ത്, സാലിഹീങ്ങളുടെ സ്വഹബത്ത്, സഹവാസം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം, ഹൃദയത്തിൽ മാറ്റം ഉണ്ടാവണം എന്നൊരു ചിന്ത ഉണ്ടാവിൽ മാത്രമല്ല, അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമം, ദുആ കൂടി ഇവർ കാണിച്ചു തന്നു. അങ്ങനെ 83 ശേഷം
1990-കളിൽ ഈ പറയപ്പെട്ട മഹാൻക്ക് എഞ്ചിനീയർ ആയതുകൊണ്ട് 1,00,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. 1,00,000 രൂപ. 1993 40 വയസ്സ് പൂർത്തിയാക്കിയപ്പോൾ ഇതൊക്കെ നിർത്തി. फिर एक ही काम, अल्लाह के बंदों को अल्लाह से जोड़ना, अल्लाह के बंदों को अल्लाह से जोड़ना, അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് എത്തിക്കൽ, അള്ളാഹുവായിട്ട് ബന്ധപ്പെടുത്തൽ. പിന്നെ ഇങ്ങനെ അതിന്റെ പരിശ്രമം ചെയ്തു. ഒരുപാട് ഖുലഫാക്കൾ, മുരീദീങ്ങൾ, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്, ബിസിനസ് ചെയ്യുന്നവര്, ഉലമാക്കൾ, ഒരുപാട്. അദ്ദേഹത്തിന്റെ കിതാബുകൾ ഉറുദുവിലുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബുകൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഖുതുബാത്ത് ഫക്കീർ. അദ്ദേഹത്തിന് വിളിക്കൽ ഫക്കീർ എന്നായിട്ടാണ്. ഫക്കീർ ഫക്കീർ സാധാരണ ഉറുദുവിലൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഹ്കർ എന്നൊക്കെ, അഹ്കർ, ബന്ദ, ബന്ദ, നാച്ചീസ്, ഇങ്ങനെയൊക്കെ എഴുതും. ഇത് വിനയത്തിന്റെ ഭാഷയാണ്. പക്ഷെ നമ്മളെ മഹാന്മാർ ഇത് എഴുതുന്നുണ്ടെങ്കിലും കിതാബുകളുടെ പേരിൽ ഇതൊന്നും ആരും എഴുതൂല. കിതാബുകളുടെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എഴുതുന്നത്. പക്ഷെ പീർ സാഹിബിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ കിതാബിലും ഫക്കീറാണ്. ഖുതുബാത്ത് ഫക്കീർ, ഹിക്കായാത്ത് ഫക്കീർ, മജാലിസ് ഫക്കീർ. കിതാബിലും ഫക്കീറാണ്. കിതാബിനെ മേലെ എഴുതുന്നതും ഫക്കീറാണ്. കാരണം ഹസ്രത്ത് മൗലാന പീർ സുൽഫഖാർ സാഹിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു വെച്ചാൽ നബിതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഒരു ലഖബാണ് അൻതുമുൽ ഫുഖറാ. അല്ലാഹു നമ്മൾക്ക് തന്ന ലഖബ് നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫഖർ ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാത്തിലും ഫഖീർ. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അള്ളാഹുവിന്റെ സ്നേഹം, മഹബത്ത്, അള്ളാഹുവിന്റെ സ്നേഹം, ഖുർആനായിട്ടുള്ള ബന്ധം, സുന്നത്തിന്റെ പാബന്തി, സുന്നത്തിനെ മുറുകെ പിടിക്കുക, വലിയ പ്രത്യേകതകളായിരുന്നു ഇവർക്ക് ഉണ്ടായത്. പിന്നെ ഒരു സംഭവങ്ങൾ വെച്ചാൽ ഒന്ന് രണ്ടൊന്നും അല്ല, ഒരുപാട് സംഭവങ്ങൾ. ഹസരത്തിന് ഇങ്ങനെ ഇപ്പം ആലിമായി സർട്ടിഫിക്കറ്റ് ഇല്ല, അതിന്റെ വേറെ സംഭവമുണ്ട്. ഹദീസിന് ഇജാസത്ത് കിട്ടിയതിന്റെ വേറെ സംഭവമുണ്ട്. നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ, ദാറുൽ ഉലൂം സക്കരിയ പഠിച്ച സ്ഥാപനത്തിൽ 1999 മുതൽ ഏകദേശം അടുപ്പിച്ച് ഒരു 5-8 പ്രാവശ്യം ഹസരത്ത് വന്നിരുന്നു. ആ സമയങ്ങളിൽ ഒന്നും ഹസരത്ത് രാത്രി ഉറങ്ങാറില്ല, കടന്നുറങ്ങൂല, മുറാഖബ ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും ഉറക്കം വന്നാൽ ഉറങ്ങും രാത്രി മുഴുവൻ. അതിന്റെ ഖളാ വീട്ടിന്റെ ലോഹർ വരെ ഉറങ്ങൂല. ഇഷ്റാഖിന് ശേഷം എന്തെങ്കിലും കുറച്ച് സമയം കിടന്നാൽ കിടന്നു. 5-7 വർഷങ്ങൾ ഇങ്ങനായിരുന്നു. ചില സമയത്ത് സുബ്ഹിക്ക് ശേഷം മുറാഖബ തുടങ്ങിയാൽ ലോഹർ വരെ മുറാഖബ ചെയ്യും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ കാലഘട്ടം അങ്ങനെയാണ്. നിഷേധിക്കൽ, ഒന്ന് നിഷേധം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. രണ്ടാമത്തേത് നിഫാഖ്. ഒച്ചപ്പാട്, ബഹളം, സംസാരം, കുൽമാല്, വാക്കുകള്, ഷോ ആക്കള്, റീല്, ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഉള്ളിലൊന്നുമില്ല, ശൂന്യം, സീറോ. വലിയ പ്രസംഗിക്കും 12 മണി വരെ, ചിലപ്പോ സുബഹി വരെ കിട്ടൂല. തഹജ്ജുദ് ദൂർ കി ബാത് ഹൈ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒന്ന് നിഷേധം, നമ്മൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിഷേധിക്കുക. രണ്ടാമത്തേത് നമ്മൾ ഉള്ളിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ അക്കാബിരികൾ, മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ 4 സിൽസിലയിൽ ബൈഅത്തും ഖിലാഫത്ത് കിട്ടിയവരാണ്. ഇതെല്ലാം പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം. മൗലാന അലി മിയാ സാഹിബ് ആരാണ്? സാധാരണ ഷെയ്ഖാണോ? ഇതൊരു ആവശ്യമായത് കൊണ്ടാണ് ഇവരൊക്കെ ഇതിനു വേണ്ടി അധ്വാനിച്ചതും പരിശ്രമിച്ചതും. ഇത് ആവശ്യമാണ് എന്നൊരു തോന്നൽ കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ ദുആ ചെയ്യണം. പഠിച്ചോൻ ഇതൊരു ആവശ്യമാണല്ലോ, ഇത് ചെയ്യണല്ലോ, നന്നാവണല്ലോ, അതിനുവേണ്ടി ആദ്യം ദുആ ചെയ്യണം.
എന്നാലാണ് പിന്നെ ഈ പാതിലേക്ക് നമ്മൾക്ക് ഇറങ്ങാൻ പറ്റൂ. അങ്ങനൊന്നും ഇല്ല എങ്കിൽ വാക്കുകൾ കൊണ്ട് നമുക്ക് മതിയാവുന്നുണ്ടെങ്കിൽ കഷ്ടമാണ്. അതിൽ പ്രകാശമുണ്ടാവില്ല, നൂറുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ പറ്റി ഇന്ന് നമ്മള് ഇൻഷാ അല്ലാഹ് ചെറിയ രീതിയിൽ ഈസാല സവാബ് ചെയ്ത് ജനാസ നിസ്കരിക്കാൻ പോവാണ്. ഇങ്ങനെ ഒരുപാട് മഹാന്മാരെ ഉലമാക്കൾ ഇപ്പൊ ജീവിക്കുന്നുണ്ട്. ഇദ്ദേഹം പോയത് കൊണ്ട് ആ ഒരു ആ ഒരു കുറവ് എന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മളിത് തേടണം, നമ്മൾ ചോദിക്കണം, ആഗ്രഹിക്കണം, വായിക്കണം. ഇദ്ദേഹത്തിന്റെ ഒരുപാട് കിതാബുകൾ, ഖുതുബാത്ത് ഫഖീർ, മജാലിസ് ഫഖീർ, ഹിക്കായത്ത്, പിന്നെ യാത്ര ചെയ്ത സംഭവങ്ങൾ, തസൂഫായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ഇദ്ദേഹം ഒരു പൊട്ടനൊന്നല്ല, എഞ്ചിനീയർ ആണ്, ആലിമാണ്, ഹാഫിളാണ്, ലോകം കണ്ട ആളാണ്. നമ്മൾ വിചാരിക്കല്ലോ തരീഖത്തെ ഈ ബാക്ക്വേർഡ് ആൾക്കാർക്കുള്ളവർക്കായി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്നവർക്കായിരിക്കും. അല്ല, എവിടെ പോയാലും വലിയ തലപ്പാവ് ഉണ്ടാവും, വടി ഉണ്ടാവും, അസ ഉണ്ടാവും, ചുബ്ബ ഉണ്ടാവും. എവിടെ പോയാലും ആ ഒരു രീതി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ യാത്ര ചെയ്യാൻ. ദുന്യാവിലെ പല പല രാജ്യങ്ങൾ കാണാൻ പറ്റും. ഇതേ കോലത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കണം, നഖ്ശബന്ദി മുജദ്ദിദി സിൽസിലയായി ബന്ധപ്പെട്ടവരാണെന്ന്. ഇപ്പോഴും നമുക്ക് സമയമുണ്ട്, ഇപ്പോഴും സമയമുണ്ട്. ദേവബന്ദിയത്ത് എന്ന് പറയുന്നത് വെറും കിതാബുകൾ അല്ലെങ്കിൽ കുറച്ച് താരീഖ് മനസ്സിലാക്കൽ മാത്രമല്ല. അൽ ജംഉ ബൈന ശരീഅത്തി വത്വരീഖ, അൽ ഇഅ്തിദാൽ, ഇതിന്റെ ഇടയിൽ ജംഅ ചെയ്യാ, ഇഅ്തിദാൽ ഉണ്ടാവാ. അതാണ് നമ്മൾ മഹാന്മാരെ ഉലമാക്കൾ കാണിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനത്തെ മഹാന്മാരെ ഉലമാക്കൾ ജീവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മഹാന്മാരെ ഉലമാക്കൾ നമ്മൾ മദ്രസയിൽ വരുമ്പോൾ, നിങ്ങൾ ഫാരിഗായതിനു ശേഷം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളെ നാടുകളിൽ വരുമ്പോൾ, നിങ്ങളെ പള്ളികളിൽ വരുമ്പോൾ, നിങ്ങളെ രാജ്യങ്ങളിൽ വരുമ്പോൾ അവര് തേടിപ്പോവൽ, അവരെ മജ്ലിസിൽ ഇരിക്കൽ, മുനാസബത്തുള്ളവരായിട്ട് ബൈഅത്ത് ചെയ്യൽ, സുലൂക്കിന്റെ പാതയിൽ സഞ്ചരിക്കൽ, അതിന്റെ അമാലുകൾ, ഔറാദുകൾ, മാമൂലാത്തുകൾ പൂർത്തിയാക്കൽ, ഇതൊക്കെ വലിയ ബർക്കത്ത് കിട്ടുന്ന കാര്യമാണ്, വലിയ ബർക്കത്ത് കിട്ടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളുടെ പാതയിൽ ഉറച്ചു നിൽക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ.